ആധ്യാത്മിക പാതയിലേക്ക് CPM. സാമുദായിക സംഘടനകളുടെ രാഷ്ട്രീയ വ്യാപ്തി തടയാൻ നീക്കം. NSS, SNDP തുടങ്ങിയ സാമുദായിക സംഘടനകളിൽ പാർട്ടി അണികൾ ഇടപെടാൻ നിർദ്ദേശം. ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും പങ്കുചേർന്ന് സാമുദായിക പിന്തുണ നേടിയെടുക്കാനാവുമെന്ന് കണക്കുകൂട്ടൽ. മതവിശ്വാസികൾ സംഘടനാപരമായി ശക്തരാകുന്നതും രാഷ്ട്രീയമായി കരുത്തു നേടുന്നതും ഗൗരവമായി വീക്ഷിക്കണമെന്നും അതിനെതിരെ പ്രതിരോധ പദ്ധതികൾ ആസൂത്രണം ചെയ്യണമെന്നും CPM സംസ്ഥാന സമ്മേളനത്തിൽ സുപ്രധാന വിലയിരുത്തൽ. ജാതി സംഘടനകളെ തള്ളിപ്പറയേണ്ടവയല്ലെന്നും ഒപ്പം ചേർത്ത് നിർത്തേണ്ടതാണെന്നും പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററുടെ വിലയിരുത്തൽ പ്രായോഗിക രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിയുള്ള ആസൂത്രിത കാൽവയ്പ് തന്നെയാണ്. സംഘടനാ കെട്ടുറപ്പിൽ UDF സംവിധാനം ദുർബലമാണെങ്കിലും തെരഞ്ഞെടുപ്പ് വേളകളിൽ മുസ്ലിം ലീഗ് പോലെയുള്ള ഘടകകക്ഷികൾ സജീവമാകുന്നതാണ് UDFന് പ്ലസ് പോയിന്റായി മാറുന്നത്. അതോടൊപ്പം പ്രമുഖ ന്യൂനപക്ഷ സംഘടനകളായ ജമാഅത്തെ ഇസ്ലാമി, SDPI പോലെയുള്ള സംഘടനകളുടെ പരോക്ഷ പിന്തുണയും ലഭിക്കുന്നതോടെ UDFന് ശക്തി വർദ്ധിക്കുന്നു. അതേസമയം വിവിധ ഹൈന്ദവ സംഘടനകളുടെയും ചില ക്രൈസ്തവ സംഘടനകളുടെയും പിൻബലം BJPക്കും ലഭിക്കുന്നുണ്ട്. ഇതെല്ലാം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ നേരിട്ട് ബാധിക്കുന്നതായതിനാൽ LDFന് തിരിച്ചടിയാകാനുള്ള സാധ്യതകൾ ഏറെയുമാണ്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുകയും വിശ്വാസി സമൂഹത്തെ മുഖവിലക്കെടുത്തുകൊണ്ടുള്ള പ്രായോഗിക പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ടെന്നുമാണ് പ്രവർത്തന റിപ്പോർട്ടിൽ CPM ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. മുൻകാലങ്ങളിൽ മുസ്ലിം ന്യൂനപക്ഷ വിഷയങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകിയത് തിരിച്ചടിയായി എന്ന വിലയിരുത്തലാണ് CPM അണികളിൽ പൊതുവെയുള്ളത്. ന്യൂനപക്ഷ വിഷയങ്ങൾക്ക് നൽകിയ പ്രാധാന്യം ഹൈന്ദവ വിശ്വാസികളിൽ തിരിച്ചടിയുണ്ടാക്കിയെന്നും അതേസമയം മുസ്ലിം കേന്ദ്രങ്ങളിൽ നിന്നും അതിന് വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ലെന്നുമാണ് അവരുടെ വിലയിരുത്തൽ. ഏറെക്കാലമായി ഇടതുപക്ഷത്തിന് പിന്തുണ നൽകിയിരുന്ന ഈഴവ വിഭാഗങ്ങളിൽ നിന്നും വൻതോതിൽ BJPക്ക് അനുഗുണമായി വോട്ട് ചോരാൻ പ്രധാന കാരണം ഇതാണെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. കീഴ്ഘടകങ്ങളിൽ നടന്ന സമ്മേളനങ്ങളിലെല്ലാം അലയടിച്ചതും ഈ വിധം വികാരങ്ങൾ തന്നെയാണ്. ഈ സാഹചര്യത്തിലാണ് ഹൈന്ദവ വിഭാഗങ്ങളുടെ പിന്തുണ തിരിച്ചുപിടിക്കുന്ന വിധത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന വിധത്തിലുള്ള ചർച്ചകൾ സംസ്ഥാന സമ്മേളനത്തിൽ ഉയരുന്നത്. ഇതിനെ തുടർന്നാണ് വിവിധ ജാതി സംഘടനകളുടെ നേതൃനിരയിലും ഉത്സവാഘോഷ കമ്മിറ്റികളിലും സജീവമായി ഇടപെടണമെന്ന നിർദ്ദേശം പാർട്ടി സമ്മേളനത്തിൽ ഉയർന്നത്. SNDPയും NSSും പോലെയുള്ളവയിലും വിവിധ ദലിത് സംഘടനകളിലും പാർട്ടി പ്രവർത്തകരുടെ സജീവ സാന്നിധ്യം ഉണ്ടാകണമെന്നും നിർദ്ദേശം ഉയർന്നിട്ടുണ്ട്. ജാതി സംഘടനകളിൽ പ്രവർത്തിക്കണമെന്നും നേതൃനിരയിൽ എത്തണമെന്നും ഇന്നേ വരെ CPM നേതൃത്വം നിർദ്ദേശിച്ചിട്ടില്ല. ഹൈന്ദവ സംഘടനകളെ സ്വാധീനിച്ച് വോട്ട് അട്ടിമറിക്കാനുള്ള RSS നീക്കങ്ങളെ ഈ വിധത്തിൽ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് CPM വിലയിരുത്തൽ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെക്കൻ കേരളത്തിൽ ഇടത് കേന്ദ്രങ്ങളിൽ വൻതോതിൽ വോട്ട് ചോർച്ചയാണ് ഉണ്ടായത്. പലയിടങ്ങളിലും അത് BJPക്ക് അനുകൂല അന്തരീക്ഷമാണ് ഉണ്ടായത്. ഹൈന്ദവ കേന്ദ്രങ്ങളിൽ നിന്നും ഇടത് അണികൾ അകന്നതാണ് ഇതിന് കാരണമെന്നാണ് CPM വിലയിരുത്തൽ. ക്ഷേത്രങ്ങളിലും ഉത്സവങ്ങളിലും പങ്കുചേർന്നുകൊണ്ട് വനിതാ വോട്ടർമാരുടെ പിന്തുണ ആർജിക്കുകയാണ് BJP നേതാക്കൾ നടത്തിയ തന്ത്രം. അതേ വഴിയിൽ തന്നെ നീങ്ങാനാണ് CPM നേതാക്കൾ ഇപ്പോൾ അണികളോടും ആവശ്യപ്പെടുന്നത്. ഈ വിധത്തിൽ ഗ്രാമപ്രദേശങ്ങളിലെ ഹൈന്ദവ ആഘോഷങ്ങളുടെ ഭാഗമാവുക വഴി സാമുദായിക രാഷ്ട്രീയത്തിന്റെ ഭാഗമാകാനാണ് CPM ശ്രമിക്കുന്നത്. ഈ വിധത്തിൽ വിശ്വാസമാർഗത്തിലേക്ക് തിരിയാൻ CPM തീരുമാനിക്കുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യമിട്ട് തന്നെയാണ്. NSSന് വേണ്ടി സുകുമാരൻ നായരും SNDPക്ക് വേണ്ടി വെള്ളാപ്പള്ളിയും നൽകുന്ന നേതൃത്വ ഇടപെടലുകളിലേക്കാണ് ഇപ്പോൾ CPM നേതൃത്വവും തന്ത്രപരമായി ഇടപെടാൻ ശ്രമിക്കുന്നത്. മൂന്നാം തവണയും അധികാരത്തിലെത്തണമെങ്കിൽ ഈ വിധത്തിൽ ഒട്ടനവധി വേഷങ്ങൾ ഇടത് അണികൾക്ക് ഇനിയും അണിയേണ്ടി വരും. അത് എന്തൊക്കെയാകുമെന്ന് കൗതുകപൂർവ്വമാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്.